ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആംബിയർ മാഗ്നസ് EX 3 വർഷത്തിന് ശേഷം എത്രത്തോളം മൈലേജ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത് ഞാൻ 3 വർഷം മുമ്പ്, അതായത് ഇപ്പോൾ 2022 സമയത്ത് എടുത്ത വണ്ടിയാണ്. ഇപ്പം 3 വർഷം കഴിഞ്ഞു, ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഇപ്പോഴും എത്ര മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിതൊരു 80 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ച് നോക്കി. ഏകദേശം പുത്തൂരിൽ നിന്നും പുനലൂർ വഴി അങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയ ആ ഒരു കിലോമീറ്ററാണ് ഞാൻ ഇവിടെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഏകദേശം പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ ഓട്ടങ്ങളൊക്കെ പോയി അങ്ങനെ ആ ഒരു ഒറ്റ ട്രിപ്പിൽ 80 കിലോമീറ്ററാണ് ഓടിച്ച് നോക്കിയത്. ആ 80 കിലോമീറ്റർ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മൈലേജ് അതിന് കിട്ടുന്നത്. ഇത് 85 കിലോ ഭാരം കൊണ്ടാണ് ഈ വണ്ടി ഓടിയത്. നല്ല കുന്നും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉള്ള ഒരു റൂട്ടാണ് ഈ പുനലൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അതുവഴിയാണ് ഓടിയത്. എനിക്ക് ഏകദേശം 74% ചാർജിൽ 80 കിലോമീറ്റർ കറക്റ്റായിട്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് പിറകെ ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ വണ്ടി വാങ്ങുമ്പോൾ 1 ലക്ഷത്തിൽ താഴെയായിരുന്നു വണ്ടി വില. ഇപ്പോഴും ആ ഒരു റേഞ്ചൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് പറയാത്ത കംപ്ലൈൻറ്റുകളൊന്നും ഈ 3 വർഷത്തിനുള്ളിൽ വന്നിട്ടില്ല. ടയർ ഒരു പ്രാവശ്യം ഒന്ന് മാറി, പിന്നെ തുച്ഛമായ എന്തോ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ളൂ. അതായത് ആ ലോക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ്, മറ്റ് കംപ്ലൈൻറ്റൊന്നും വന്നിട്ടില്ല. ഈ 3 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 3000 രൂപയുടെ പണികൾ മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. അതിനകത്ത് ടയർ മാറാൻ തന്നെ 2000 രൂപയായി. ബാക്കിയുള്ള ആ പൂട്ട് മാറാൻ വേണ്ടി അതിൻ്റെ ലോക്ക് 1400 രൂപയായി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പണികൾ വന്നിട്ടില്ല. വേറെ മറ്റു പണികളൊന്നും വന്നിട്ടില്ല. പിന്നെ ബാക്ക് ഷോക്ക് അബ്സർ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ഞാൻ സിംഗിൾ യാത്ര ആയതുകൊണ്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരത്തെ കിടന്ന ഷോക്ക് അബ്സർ മാറി ഈ ബാക്ക് റിയർ ഷോക്ക് അബ്സർ ഒരു 1300 രൂപ ചിലവിൽ സോഫ്റ്റ് ഷോക്ക് അബ്സർ ആക്കി. അത് പൊടിയാതായിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഒരട്ടൊക്കെയാണ് നോക്കുക. പിന്നെ ഇതിൻ്റെ ചാർജർ ഒരാവശ്യം ഒന്ന് കംപ്ലൈൻറ്റ് വന്നു. അത് ഗ്യാരണ്ടി പീരീഡിൽ തന്നെ നമുക്കൊന്ന് ആ ചാർജർ മാറ്റി തന്നു. നമ്മൾ ചാർജർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വണ്ടിയിൽ ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം അവസാനം മാത്രമേ സ്വിച്ച് ഇടാവൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചാർജ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം അവസാനം മാത്രമേ നമ്മൾ പ്ലഗിലെ സ്വിച്ച് ഓൺ ആക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ആ ചാർജർ എനിക്ക് അന്ന് കംപ്ലൈൻ്റ് ആയി പോയത്. അത് പ്രത്യേകം നമ്മൾ ആ ചാർജറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ മാഞ്ഞു പോയി, നമ്മളായതുകൊണ്ട് മാഞ്ഞു പോയി. ഈ ഒരു പടം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടുതരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പ്ലഗിൽ കൊടുത്തതിന് ശേഷം അവസാനം മാത്രമേ നമ്മൾ ഇതിൻ്റെ പ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാവൂ. അത് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് ചാർജർ. മറ്റ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പിന്നെ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉള്ള ഒരു കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ 91% ചാർജ് ആകുമ്പം ഇതിൻ്റെ ചാർജിങ് കട്ടായി പോകും. 92% വരെയൊക്കെ മാക്സിമം നമുക്ക് ചാർജ് ചെയ്യാം. പിന്നീട് അങ്ങോട്ട് പറ്റില്ല. അതാണ് ഇതിനകത്ത് 0 വരെ നമുക്ക് ഓടിക്കുവാനും സാധിക്കും. എപ്പോഴെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ ചാർജ് 80-82% ചാർജിങ് കട്ടാവുകയാണെങ്കിൽ വണ്ടി ഓടിച്ച് ഫുൾ ചാർജും തീർക്കുക. അതിനുശേഷം വണ്ടി ഫുൾ ചാർജ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സാധാരണ ഈ മഴ സമയത്ത് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ട് സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല. അപ്പോൾ ചെറിയൊരു ക്ലാവ് അല്ലെങ്കിൽ തുരുമ്പൊക്കെ കയറിയിരിക്കുന്നില്ലേ, അതിന് നമ്മൾ ക്ലാവല്ല തുരുമ്പ് കയറുക. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് WD-40. ഏകദേശം 75 രൂപ മാത്രം. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ തുരുമ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വിച്ചിൻ്റെ ആ ലൂസ് കോണ്ടാക്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്തെങ്കിലും തുരുമ്പ് കയറി അത് അതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്വിച്ച് വർക്കാവാതൊക്കെ വരികയാണെങ്കിൽ അത് ബെറ്ററായിട്ട് വർക്കാവും. അതിന് നമ്മൾ കരുതേണ്ട ഒരു 75 രൂപയുടെ WD-40 ഈ സാധനം നമ്മൾ ഒരു കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്.